ഇത് യു പിന്നേ താജ്മഹലിലേക്ക് പോകുന്ന വഴിയുള്ള പമ്പാട്ടോ. അപാര പമ്പൊക്കെ ആട്ടോ അവിടെ. യു പിയിൽ ഞാൻ കണ്ടെടുത്തില്ലോളെ. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് അറിയൂലേ. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പുറത്തുനിന്ന് കുളിക്കണം. ഈ ഒരൊറ്റ വിഷയം വെച്ചാൽ പമ്പ് സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എല്ലാ സൗകര്യങ്ങളുണ്ട്. ചായക്ക് ചായ, ഒരുപാട് വലിയ വലിയ വണ്ടികളൊക്കെ ആട്ടോ അവിടെ നിർത്തുന്നത്. ബാത്റൂമിൻ്റെ കാര്യമൊന്നും പറയണ്ട, ക്ലീൻ ബാത്റൂം. ഞാൻ ഈ 1.5 മാസമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടൊന്നും ഇത്ര വൃത്തിയുള്ളതില്ല. ഫുൾ ഓട്ടോമാറ്റിക് ആട്ടോ, വെള്ളം വരും. നമ്മൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡീസലും പെട്രോളൊക്കെ അടിക്കുമ്പോഴാട്ടോ. അതടിക്കുമ്പോൾ നമ്മൾ തന്നെ പുറത്ത് ഇറങ്ങി ഒരു മടിയും വിചാരിക്കരുത്. പുറത്ത് ഇറങ്ങി കറക്റ്റ് അത് 0 ആണോ നോക്കണം. 0 ആണെങ്കിൽ മാത്രം 100ൻ്റെ മുകളിലൊക്കെ ആക്കി വെക്കും. 0 ആണോ നോക്കിയിട്ട് കറക്റ്റ് വെച്ച് അടുപ്പിക്കണം കേട്ടോ. അതപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. ഇങ്ങനെ കണ്ടോ, ഇവനെന്താക്കുന്ന വെച്ചാൽ പൊരുത്തുക്കോയി തൂർന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്നിട്ടാ തുപ്പുക. 8ൻ്റെ പണിയായിട്ട് കിട്ടും. അയിറ്റാ സാധനത്തുകളാ. ഞാൻ കോരങ്ങാട് സ്കൂളിൽ 9th third year പഠിക്കുന്ന സമയത്ത് കളി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ നമുക്ക് നല്ല ഇതാണല്ലോ, പരിശീലനമാണല്ലോ. എല്ലാം അടിയുണ്ടാക്കി ഓടുന്നതിനെ കൊണ്ടേ അതിന് നല്ല എപ്പോഴും കപ്പ് നമുക്ക് തന്നെ അതിന് ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ. അങ്ങനെ ഞാൻ ഫുട്ബോൾ ടീമിലേക്ക് എടുത്ത് ഫുട്ബോൾ ടീമിൽ കളി തുടങ്ങി. ഫസ്റ്റ് ദിവസം കളി കോരങ്ങാട് സ്കൂളിൽ തന്നെ. അങ്ങനെ മുക്കത്തുള്ള ഏതോ ഒരു സ്കൂളിലെ മക്കൾ വന്നിട്ട് കളിക്കാൻ വന്നേരം ഓലങ്ങനെ അബദ്ധത്തിൽ ജയിച്ചു പോയി. അതിന് കോരങ്ങാട് സ്കൂൾ ടീം ഓല നായനെ തല്ലും പോലെ തല്ലി. ഞാൻ അതിലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അന്നേരം നോക്കിന്ന് വെറുതെ ഇങ്ങോട്ട് തല്ലി 2 കിട്ടിയാലല്ലേ നമുക്ക് തല്ലാൻ തോന്നും. അങ്ങനെ ഓനെ നായൽ തല്ലും പോലെ തല്ലി. ഓല മാശി ഓല കോച്ചിനെയും നല്ലോണം തല്ലി വൃത്തിക്ക്. എന്നിട്ട് ഭയങ്കര ഡയലോഗ് ഇവലെ ഗതികേടിന് അടുത്ത കളി ഓല സ്കൂളിൽ നിന്നായിരുന്നു. ഓല സ്കൂൾ കളിക്കാൻ പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എൻ്റെ വാപ്പക്ക് പിന്നെ ചാണകം പഠിക്കുന്നതും പുല്ല് പറിക്കുന്നതും ആണ് താല്പര്യം. അന്ന് ജേഴ്സിയും ബൂട്ടൊന്നും നമുക്ക് വാങ്ങി തരൂല. മൂപ്പർക്ക് ചാണകം പഠിക്കണം, പുല്ല് പറിക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ വൈബാണ് മൂപ്പർക്ക്. അങ്ങനെ ബാലുശ്ശേരി സ്കൂൾ ടീമും കളിക്കാൻ വന്നിനു. അന്നപ്പോൾ ബാലുശ്ശേരി സ്കൂൾ നമ്മളെ നാടാണല്ലോ. അന്നപ്പോൾ ആ സ്കൂളിലെ മക്കളെന്ത് പണിയത്, അതിനാസ് കഥങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഓലെ ജേഴ്സി ഓലെ ബൂട്ട് ഉപയോഗിച്ച് ഞാൻ കളിക്കുന്നത്. അങ്ങനെ കളിച്ചൊക്കെ നല്ല ഉഷാറായി. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ബാലുശ്ശേരിയും കോരങ്ങാടും തമ്മിൽ കളിയായി. ബാലുശ്ശേരിയും കോരങ്ങാടും തമ്മിൽ കളിയായി. വരെ ബൂട്ടും ജേഴ്സിയും കൊടുക്കണമല്ലോ. അങ്ങനെ ജേഴ്സി എനിക്ക് തന്ന്. ബൂട്ട് ഇല്ലാണ്ട് ഞാൻ കളിച്ച് കപ്പും കിട്ടിയിട്ട് അത് വേറെ കാര്യമേ. കപ്പൊക്കെ കിട്ടി പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു ഇറങ്ങിപ്പോടാ റൂമിൽ നിന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോലും ഇവര് വാതിലാട്ടടിച്ച് അടിയായിട്ട് തുടങ്ങി. കോരങ്ങാട് സ്കൂൾ ടീമിനെ നായിനെ തക്കും പോലെ എന്തൊക്കെ ഒച്ചയും പോളോ ഞാൻ കേട്ടു. അയ്യോ അമ്മേ അമ്മേ എന്നൊക്കെ. എന്നപ്പോൾ നോക്കുമ്പോൾ ഇഞ്ഞ മാത്രം ഒഴിവാക്കിയതറിയോ, ഞാൻ ഈ ബാലുശ്ശേരി സ്കൂൾ ടീമിന്റെ ജേഴ്സി ആയിട്ട് അതുകൊണ്ട് ഇഞ്ഞ പോലും ഒഴിവാക്കി. അതുകൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ തടി ഇപ്പം ബാക്കിയുണ്ട്. മറ്റോലൊക്കെ മര്യാദയ്ക്ക് മൂത്രയിക്കാൻ തന്നെ 2-3 ദിവസം എടുത്തേക്കുന്ന പറയുന്നേക്കുന്നത്. പഠിച്ചോൻ സഹായിച്ച് ഇൻ്റെ തടി ഞാൻ എടുത്തേക്ക് അൽഹംദുലില്ലാ. അപ്പോൾ ഓക്കെ ബൈ. നിങ്ങളിത് കണ്ടോ, ചെമ്മരിയാടിൻ്റെ മാതിരിയുള്ള ആടാ ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല് കണ്ടങ്ങൾ, അതാ അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വാല് നോക്കി. ആടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്ര വാലുള്ള ആടുകളെ കണ്ടുക്കോ. ക്യാ നാമേ ഭയ്യ? भेड़। वो क्या करेगा वो? चला रहे हैं। वो नहीं है, वो ऐसा आएगा बच्चा है तो ആ ഓനെന്തോ പറയുന്നുണ്ട്. ഓരോ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട് ചെമ്മരിയാട് തന്നെ സംഭവം. പക്ഷെ ഇത്ര വാലുള്ള ആടിനെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഫുള്ളായിട്ടുണ്ടതാ എടുക്കുക. ഒരു മുട്ടം കളിക്കുന്നുണ്ടോ, ഇങ്ങനെ കുത്താനുള്ള പരിപാടി കേട്ടോ മൂപ്പര്. അതിൻ്റെ അടുക്ക് മക്കളൊക്കെ ഉണ്ട് കേട്ടോതാ. നമ്മുടെ നാട്ടിലൊക്കെ ആണ് എന്തൊക്കെ പണി ഉണ്ടാവും. തീറ്റകൾ അതൊന്നും മൈൻഡ് വെക്കൂല. പ്രസവിച്ചിടുക, പണിക്ക് പോയിക്കൂല. ആ മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും ഒക്കെ ഇവിടെ കണക്കാട്ടോ. അതാ ഫുള്ളായിട്ടുണ്ട് കേട്ടോ പണി വരിക. നമ്മൾ ആനുവൽ പാസ് 3000 ഉറുപ്പ്യക്ക് ചെയ്യൂലേ, അത് ചെയ്തതിന് ശേഷം കിട്ടിയ പണി കേട്ടോ. അത് നമ്മളെപ്പോഴും ആനുവൽ പാസ് ചെയ്താൽ ഒരു 1000 ഉറുപ്പ്യ അക്കൗണ്ടിൽ നമ്മൾ ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ കിട്ടുന്ന പണി അത്. ആ ബേക്കൗട്ട് എടുപ്പിക്കുക ഞാൻ. എന്നിട്ടിപ്പോൾ റീചാർജ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ കയറണം. ടോളിലേക്ക് തന്നെ കയറണം. 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഒന്നും കൂടി നോക്കട്ടെ എന്താ അവസ്ഥ. ഇത്രയും വണ്ടികളുടെ അടുത്തുനിന്ന് ബേക്കടിപ്പിച്ച് പിന്നെ റീചാർജ് ചെയ്യിപ്പിച്ചിട്ട് സ്റ്റേറ്റ് ഹൈവേ ആണെന്നല്ലേ. അങ്ങനെ മറ്റേ നാഷണൽ ഹൈവേ കൂടിയാണല്ലോ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒരു 1000 ഉറുപ്പ്യ എക്സ്ട്രാ ചെയ്തേക്കണം കേട്ടോ, അല്ലേ പണി കിട്ടും. ദൂരയാത്രയൊക്കെ പോകുന്നല്ലേ. ഒന്നും കൂടി നോക്കട്ടെ എന്താ അവസ്ഥ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. മെല്ലെ അങ്ങനെ പോവുക.
രക്ഷയും കാണുന്നില്ല. അതും ജമോനെ ലോട്ടറി അടിച്ച് ജമോനോ ഇത്ര നേരമായി എന്നറിയാം അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇത് കണ്ടോ, എല്ലായിടത്തിലും ഓരോ കുടില് പോലെ ഓരോ ഹട്ട് ഉണ്ടാക്കി വെച്ച് കിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഇതാ നല്ല മഞ്ഞുണ്ട്. നട്ടുച്ചക്കാണ്, പക്ഷെ നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കുളവും ഉള്ള സെറ്റ്. ഇത് കണ്ടതാ ഓരോരോ ഹട്ട് കണ്ട നിങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ. എല്ലാ വയലിൻ്റെ നടുക്ക് ഓരോരോ പുല്ലിൻ്റെ ഓരോരോ കൂടാരം. കണ്ണേറിനെ കുറിച്ച് പറയുമ്പോഴേ എല്ലാവരും പറയും എനിക്ക് അന്ധവിശ്വാസമാണ്. ഇന്നലെ ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. ക്രൂയിസ് ഉപയോഗിച്ചിട്ട് നമ്മൾ 80-100 സ്പീഡിൽ സെറ്റ് ചെയ്തിട്ട് കയ്യും കാലിനൊക്കെ നല്ല സുഖമായിട്ട് പോകുന്ന പരിപാടി. ഇതാ കണ്ടോ, സാധനം വർക്ക് ചെയ്യുന്നില്ല. കത്തം ആവാര കണ്ണേറാ മക്കളെ. നോക്ക്, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതാ ഡിസ്പ്ലേയിലേക്ക് നോക്കുങ്ങൾ, വർക്ക് ചെയ്യുന്നില്ല. സാധനം അടിച്ചു പോയി. എന്തായാലും കണ്ണേറിന് വിശ്വാസമില്ലാത്തല്ലോ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കുക. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതിനെ കൊണ്ട് എനിക്ക് നല്ല വിശ്വാസം കേട്ടോ. എന്നപ്പോൾ ഓക്കെ. എന്നാൽ ഇതിപ്പോൾ 4 വരി പാതമായിട്ടോ. 4 അല്ല 5 വരി. 5 വരി ഇല്ല, 4 തന്നെ. 1 2 4 ലൈൻ ആട്ടോ. ഇനി അങ്ങോട്ട് ഷാർ തന്നെ. ഇത് മൊഞ്ചാ നോക്കുന്നല്ല. ഹൈവേ അങ്ങനെ നീണ്ട് പടർന്ന് കിടക്കല്ലേ. ഒരു ഗൾഫിൽ പോകുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഗൾഫിലെ റോഡുമ്പോൾ കൂടി പോകുന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഗൾഫ് കൃഷി ഇല്ലല്ലോ, അതുകൊണ്ട്. വീണ്ടും ഹൈവേ. ഇപ്പം നല്ല നല്ല റോഡുകളാട്ടോ. അത് തന്നെ ഒരു സമാധാനമാണ്. വേറെ സംസ്ഥാനത്തൊക്കെ പോയൊരു പണി 8ന്റെ പണിയാണ് കിട്ടി. ഇനിയുണ്ട് 95 കിലോമീറ്റർ വരെ ഇതേ ഹൈവേ ആട്ടോ ഉള്ളത്. ഇടത് സൈഡ് ശോകം, വലത് സൈഡിൽ വലിയ വലിയ റോഡും ബിൽഡിങ്ങും ഒക്കെ. എന്താ സാധാരണക്കാർ, തെരുവച്ചവടക്കാരും ടീമൊക്കെ തന്നെ ഇവിടെ. ഇപ്പൊ കണ്ടോ, നമ്മൾ സാധാരണ കാണാത്ത മാതിരിയുള്ള ഒരു ഡിസൈൻ. എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു ഡിസൈൻ. എന്തായാലും ഫുള്ള് കച്ചവടക്കാരാട്ടോ സൈഡില്. സാധാരണക്കാർ. ഇനി സാധാരണ സ്ഥലത്തേക്ക് ഇറങ്ങിയത. കാടും പടലായി തുടങ്ങി. ഹൈവേൻ്റെ മുഞ്ചൊക്കെ അങ്ങ് പോയി തുടങ്ങി. ഇനിയിപ്പോൾ സാധാരണക്കാർ തന്നെ രീതിയിലേക്ക് തന്നെ. പിന്നെ 800 का दोनों? हाँ 2 पीस 800। देखो हम भी बहुत दूर से आ रहे बेटा, छोटे छोटे बच्चे को लेके। ओके, कोई मुश्किल कितना नहीं. दे रहे बोलो? दोनों 200 दिले मिलेगा. दोनों 200 200? हाँ 200 में 2। हाँ नहीं, छोटा वाला इसे खार गाड़ी में से। हाँ ഓക്കെ. പിന്നെ 3 വരി പാതയെ കയറിയിട്ടോ. സാധാ NH തന്നെ, മറ്റേതല്ല. എക്സ്പ്രസ് ഹൈവേ അല്ലാന്ന് തോന്നുന്നു. സാധാ NH തന്നെ കേട്ടോ. അത് ഹൈവേൻ്റെ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടോ. പോകുന്ന നല്ല റോഡാണ്. കുറച്ച് തിരക്കുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ സൂപ്പറാണ്. ഇപ്പം അങ്ങോട്ട് പോകുമ്പോഴറിയാം എന്താ അവസ്ഥ. ഭാഗ്യത്തിന് UP കയറിയതിനു ശേഷം കിട്ടുന്ന റോഡൊക്കെ സൂപ്പറാട്ടോ. അതുകൊണ്ട് കഴിച്ചില്ലായി. അതുകൊണ്ടൊരു ക്ഷീണം വരുന്നില്ല നമുക്ക്. UPയിൽ എക്സ്പ്രസ് ഹൈവേ ആട്ടോ. നമുക്ക് ചെറുങ്ങനെ ക്ലൗഡ് ഇടാന്ന്. രാവിലെ 11:30 മണിയായി. എന്നിട്ടും നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇവിടെ. ക്രൂയിസ് ഇങ്ങോട്ട് ഓണാക്കിയാൽ വണ്ടി അങ്ങനെ പായ. ഒരൊറ്റ സ്പീഡിൽ അങ്ങനെ പോവുക, ട്രാക്ക് മാറാണ്ട്. അടിപൊളി എക്സ്പ്രസ് ഹൈവേ. സൈഡിലും വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടൗൺഷിപ്പ് പോലുള്ളൊരു സ്ഥലമാണ്. ഇനി ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ആണെന്നൊന്നും അറിയില്ല. കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു. നാട്ടിലെ ക്വാർട്ടേഴ്സിൻ്റെ മാതിരിയൊക്കെ ഉണ്ട്. ഇപ്പം എന്താ അറിയൂല. റോഡിൻ്റെ സൈഡിലും ബിൽഡിങ്ങും കാര്യങ്ങളും അമ്പരച്ചുംബികൾ അങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച ലോറി ഇഞ്ഞക്കൊള്ള വരികയെന്ന്. നോക്കുമ്പോൾ കെട്ടി വലിച്ചു കൊണ്ടുപോകാനേ. ഇത് ലക്നൌവിലെ ഔട്ടർ റിംഗ് എന്നാട്ടോ അറിയപ്പെടുന്ന റോഡിന്. അങ്ങനെ അതിൽ കാണിക്കുന്നത്. ക്യാമറക്കൊരു കുറവുമില്ല. എന്താ മനസ്സീന്.
താജ്മഹലിലേക്ക് ഇനി ഏകദേശം ഒരു 300 കിലോമീറ്ററൊക്കെ കാണിക്കുന്നത്. എന്തായാലും അടിപൊളി റോഡാണ്, വലിയ ചടപ്പില്ലാണ്ട് പോവാം. ഈ ഹൈവേൻ്റെ പണി നടന്നുകൊണ്ട് കേട്ടോ, ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ തന്നെ നോക്കുന്നത്. രണ്ട് സൈഡിലും വലിയ വലിയ പണി നടക്കുകയാണ് റോഡിൻ്റെ. ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴേ കുറേ ആടുകളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിൽ ഇല്ലാത്ത പൈസക്ക് കൊറോണൻ്റെ സമയത്ത് വിറ്റയച്ച ആടാട്ടോ അത്. കരോളി ബീറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസക്ക് വിറ്റയച്ച സാധനം. ഇവർക്ക് അങ്ങനത്തെ കരോളിയും ഇല്ല ബീറ്റലും ഇല്ല ഇവിടെ ഉള്ളവർക്ക് ഒരു ആട് തന്നെ. എന്നിട്ട് പാവം ചക്കൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈറ്റേക്ക് തിന്നാനില്ലായിട്ട് ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ചാച്ച് കൊടുക്കുക പാവം. അത്രയും കഷ്ടപ്പാടാന്ന് പറയുക. അപ്പോൾ ഈറ്റയൊക്കെ തിന്നിട്ട് വേണ്ട ഈറ്റകളെ വെള്ളം അറിഞ്ഞാലേ ഓൻ എന്തെങ്കിലും കിട്ടും. ഇതിൽ കുറേ മക്കളുണ്ട്, വലുതുണ്ട്, പെറ്റിട്ട മക്കളുണ്ട്. നല്ല രസമാട്ടോ കാണാൻ. എന്തായാലും ബ്രോക്കർമാർ നമ്മളെ കുറേ പറ്റിച്ചെന്ന് മനസ്സിലായി. ഞാനും അതിലൊക്കെ പെട്ട് കിട്ടോ. അന്നപ്പോൾ ഓക്കെ എന്നാൽ. എന്താ സീന് നോക്ക്. സെറ്റ് തന്നെ, ഒന്നും പറയാനല്ല അല്ലേ. രസമല്ലേ കാണാൻ. രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ലൈറ്റിൻ്റെ സാധനം ഇങ്ങനെ വന്നിട്ട് നല്ല ക്ലൈമറ്റും. 6 വരിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന 3-ലും 3 അങ്ങോട്ട് വേറെ. അത് കഴിഞ്ഞ് 6 വരി പാത അങ്ങോട്ട് വന്നിട്ട് പിന്നെ അത് പിന്നെയും 3 തന്നെ ആയിട്ടോ. വീണ്ടും 6 വരി പാത. എന്താ രസം. ചവിട്ടി കയറി വിടാം. ക്ലിയർ റോഡും അടിപൊളി ലൈറ്റും കാര്യങ്ങളും സൈൻ ബോർഡൊക്കെ കയറിയോ. ചില സ്ഥലത്ത് പോയാൽ നമുക്ക് ഹിന്ദിയിലേക്കാണ് ഒലക്ക ബോർഡ്. നമുക്കിട്ട് മനസ്സിലാക്കിയല്ലോ എന്തെന്ന് എഴുതി വെച്ചതെന്ന്. അതൊക്കെ നമുക്ക് കറക്റ്റ് എഴുതിയും വെച്ചിട്ട് ഇംഗ്ലീഷിലും എഴുതിക്ക് ഹിന്ദിയിലും എഴുതിക്ക് മനസ്സിലാകുകയും ചെയ്യും. ഫുഡിന് നല്ലൊരു ഇതാണ് ഫുഡ് കോർട്ടാട്ടോ കിട്ടിയെങ്കിൽ എന്തായാലും കയറി നോക്കട്ടെ എന്താ ഭക്ഷണം ഉള്ളതെന്ന് അറിയാലോ. ഒന്നുമില്ല, ചിപ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ മെയിൻ. വില കുറവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ സെയിം റേറ്റ് തന്നെ. ഓഫറൊന്നും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ്ട. ഒക്കെ സാധാ റേറ്റ് തന്നെ. ഫുള്ളായിട്ടുള്ള സാധനം ഉണ്ട്. അപ്പോൾ അതിന് വില കൂടുകയേ ഉള്ളൂ. പ്രൈസിനെക്കാട്ടും കുറച്ചുകൂടി റേറ്റ് കൂടെ ഉണ്ടാവും. ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ കുറേ എണ്ണത്തിൽ ഇങ്ങനെ പണിക്കുന്നുണ്ട്. വേറൊന്നുമില്ല. അവർക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. കൈമേലിട്ട് 1 ഉറുപ്പ്യ ഇല്ലാതായാലും ആ വിചാരത്തിനൊരു കുറവുണ്ടാവില്ല അറിയാം നമുക്ക്. അത് തന്നെ മക്കളെ പറ്റിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇന്നലെ എനിക്ക് പണി കിട്ടിയ സാധനം കേട്ടോ. പപ്സാണെന്ന് വിചാരിച്ച് തിന്നിട്ട് നോക്കുമ്പോൾ ഉള്ളിൽ മുട്ടല്ല, ഉരുളൊക്കെ ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ട് വിശ്വസിച്ച് തിന്നൂടാ. സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് നോക്കുക. റേറ്റും കൂടി നോക്കണമല്ലോ. നമ്മളെ പൂരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പൂരിയും നമ്മളെ നാട്ടിലുള്ള മറ്റേ സാധനത്തിൻ്റെ പേര് തന്നെയാണ്. പാനിപ്പൂരി, മസാലപ്പൂരി, വേൽപ്പൂരി, എല്ലാ സാധനവും ഉണ്ട്. वो कितने हैं भैया? ये पूरी है ना? वो कितना है? वो नहीं है। वो है नहीं साहब। क्या? क्या चीज़? वो कितने हैं भैया? राज कचौड़ी 130 का है। 130 जी। 130 130। अच्छा, चाय कितना है भैया? 40। ചായക്ക് 40. പൂരി പോലുള്ള സാധനത്തിന് 130 കേട്ടോ. ഇത് ബർഗർ കിങ്ങിനെക്കാട്ടും റേറ്റ് ആട്ടോ. എൻ്റെ പേരെന്താ? ബർഗർ കിങ്. എന്തായാലും ബർഗർ കിങ്ങിനെക്കാട്ടും റേറ്റുള്ള സാധനം കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആട്ടോ സാധനങ്ങളൊക്കെ. ഇതാട്ടോ പിസൻ്റെ കൗണ്ടർ.
ഇത് മാക്ഡൊണാൾഡ്സിനുള്ളതിനെക്കാട്ടും റേറ്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കേട്ടോ. 185 രൂപ. നമ്മളെ കേക്കിന് റെഡ് വെൽവെറ്റിന് 150. ചിക്കൻ മത്സ്യം റാപ്പ് 290. നല്ല റേറ്റ് തന്നെ. ഇവിടുന്ന് കഴിച്ചാൽ നമ്മുടെ അണ്ടം കയറും ചിലപ്പോൾ. സാധനം മനസ്സിലായി ഞങ്ങൾക്ക്. റേറ്റ് നോക്ക് 400 രൂപ. ബർഗർ 155, സാധാരണ 85. അത് വലിയ റേറ്റ് ഒന്നുമല്ല. ആലു പട്ടി എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ സാധനമായിട്ട് ചിക്കനൊന്നല്ല കേട്ടോ. നമ്മളായിട്ട് ചിക്കൻ തന്നെ 85 രൂപയ്ക്കാണേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലി ആട്ടോ ഐറ്റംസൊക്കെ. തല ഉള്ളിലെടുക്കുക, ഞാമ ഉള്ളിലെടുക്കുക. ചിക്കൻ റോൾ ഫസ്റ്റ് തന്നെ 190. ചിക്കൻ സീക്ക് കബാബ് 200. നമ്മളെ നാട്ടിലുള്ള റേറ്റും വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കൂടും. ഇവിടെ അങ്ങനെ ആണല്ലോ. പൊതുവേ ഉള്ളൊരു റേറ്റിനേക്കാളും കുറച്ചുകൂടി കൂടാൻ ചാൻസ്. അങ്ങനെ വലിയ കൂടുതലല്ല കേട്ടോ. അതൊന്ന് ഫ്രഞ്ച് ഫ്രൈസിന് പിന്നെ ചീസ് ലോഡഡ് ഫ്രൈസിനൊക്കെ 150 ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അതന്നെ അതേ റേറ്റ് തന്നെ 100, 150. ഒരു 50 രൂപ വ്യത്യാസം. സ്വീറ്റ് കോൺ കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പോപ്കോണുണ്ട്, സ്വീറ്റ് കോണുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ജ്യൂസ്. ആഗ്രഹത്തിട്ടോ ഈ അമ്പലച്ചുംബികളാൽ നിറയപ്പെട്ട സ്ഥലം UP. ഇത് സെറ്റപ്പാണ്. ഫുള്ള് ടൗൺഷിപ്പ് ആട്ടോ. അത് നല്ല രസമുള്ള സ്റ്റാച്ചു ഒക്കെ ആട്ടോ. അത് ആഗ്രൻ്റെ ഫുള്ളൊരു മാപ്പാണ്. എന്തൊക്കെ നിങ്ങൾ കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല തണുപ്പ്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തത്. ആഗ്രൻ്റെ ഫുള്ള് മാപ്പ് എന്തൊക്കെ ഇവിടെ ഉള്ളതെന്നുള്ള നല്ല രസത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ നല്ലൊരു പീക്കോക്കും കാര്യങ്ങളും. നല്ല ഫുള്ള് സ്റ്റാച്ചു ആട്ടോ ആഗ്രയിൽ. ബാക്കി നാളെ കാണാം. ഇന്ന് ഏകദേശം 501 കിലോമീറ്റർ ഓടിയിട്ടോ. 501 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇപ്പോൾ താജ്മഹലിൻ്റെ അടുത്ത് എത്തിയത്. ഇനി ഒരു 5 കിലോമീറ്ററും കൂടിയേ ബാക്കിയുള്ളൂ.